പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. നമ്മുടെ കേരള നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ 8ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തേത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ കാലഘട്ടം 1805 മുതൽ 1871 വരെയുള്ള കാലഘട്ടം. അദ്ദേഹം ജനിച്ചത് 1805-ലാണ്, അദ്ദേഹം മരിച്ചത് 1871-ലാണ്. ചാവറയച്ചൻ 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് 1805 ഫെബ്രുവരി 10 കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ചത്. വിദ്യാഭ്യാസവും പുസ്തക പ്രകാശനവും ഉൾപ്പെടെയുള്ള കർമ്മങ്ങളിലൂടെ കേരളീയ നവോത്ഥാനത്തിന് മഹനീയ സംഭാവനകൾ നൽകിയ ചാവറയച്ചൻ സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. ഏതാണ്? സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ ജനിച്ച കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ദൈവദാസൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ വിളിക്കുന്നത് എങ്ങനെയൊക്കെയാ? അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, ദൈവദാസൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ എന്നറിയപ്പെടുന്നതും ചാവറയച്ചനാണ്. 1829 ചാവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചത്. 1829 കേരളത്തിലെ കത്തോലിക്ക സഭകളിൽ നവോത്ഥാനത്തിന്റെ വിത്തുപാകിയ വ്യക്തിയായിരുന്നു ചാവറയച്ചൻ. ഓക്കെ അല്ലേ? 1833 മാന്നാനത്ത്, കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ആദ്യത്തെ സെമിനാരി സ്ഥാപിച്ചു എന്നാണ്. 1833 അതായത് അദ്ദേഹം 1829 പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ചിട്ട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാന്നാനത്ത്, കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ആദ്യത്തെ സെമിനാരി സ്ഥാപിച്ചു 4 വർഷങ്ങൾക്ക് ശേഷം 1833. പിന്നീട് ഒരു 13 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1846 മാന്നാനത്ത് തന്നെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂള് അദ്ദേഹം സ്ഥാപിച്ചു. മാന്നാനം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് നോക്കിക്കേ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, മനസ്സിലാക്കേണ്ട പോയിന്റാണ്. പള്ളികളോട് ചേർന്ന് ഓരോ സ്കൂൾ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതാണ് പിന്നീട് പള്ളിക്കൂടങ്ങൾ ആയത്. അതായത് പള്ളിയോട് ചേർന്ന് സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ട് പിന്നീട് അത് പള്ളിക്കൂടം ആയി മാറി എന്നാണ് പറയുന്നത്. ഈ വിദ്യാലയങ്ങളിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം നൽകി. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഈ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം നൽകിയിരുന്നു. ഓക്കെ. 1846 ചാവറയച്ചന്റെ ശ്രമഫലമായി മാന്നാനത്ത് സ്ഥാപിക്കപ്പെട്ട സെന്റ് ജോസഫ് പ്രസ് ആണ് വിദേശികളുടെ സഹായം കൂടാതെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ അച്ചടിശാല. എന്താണ്? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 1846 ചാവറയച്ചന്റെ ശ്രമഫലമായി മാന്നാനത്ത് സ്ഥാപിക്കപ്പെട്ട സെന്റ് ജോസഫ് പ്രസ് ആണ് വിദേശികളുടെ സഹായം കൂടാതെ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ അച്ചടിശാല. ഓക്കെ. കേരളത്തിലെ 3ാമത്തെ പ്രസ്സാണ് ഏത്? മാന്നാനത്തേത് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ പറയുന്ന കാര്യം എന്താ? മലയാളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ദീപിക പത്രം 1887 മാന്നാനത്തെ ഈ പ്രസിൽ നിന്നാണ് നസ്രാണി ദീപിക എന്ന പേരിൽ പുറത്ത് വന്ന ദീപിക പത്രം 1887 മാന്നാനത്ത് നിന്നാണ് പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പുറത്തു വന്നത്. ഇവിടെ നിന്നും അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഏത്? ജ്ഞാനപീയൂഷം. ഏതാണ്? ജ്ഞാനപീയൂഷം. ഇന്ന് പ്രാർത്ഥനാ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. അതായത് ഏതാണ്? നമ്മുടെ മാന്നാനത്തെ പ്രസിൽ നിന്നും അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് ഏത്? ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന പ്രാർത്ഥനാ പുസ്തകം. 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഏതാണ്? വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. എന്താണ്? 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ നേതൃത്വത്തിൽ മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന പോയിന്റ് എന്താണ്? 1831 CMI എന്ന് പറഞ്ഞാൽ എന്താ? കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMI സന്യാസി സംഘം അച്ഛന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ സന്യാസി സംഘമായിരുന്നു ഏത്? CMI എന്ന് പറയുന്നത്. 1831 CMI. ഓക്കെ അല്ലേ?
CMAയുടെ ആദ്യ സുപ്പീരിയർ ജനറൽ ആരായിരുന്നു? ചാവറയച്ചനായിരുന്നു. ഓക്കെ. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചനോടൊപ്പം സഹകരിച്ചിരുന്നവരാണ് പാലക്കൽ തോമ മൽപ്പാനും പോരുകര തോമസ് അച്ഛനും. എന്താണ്? CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചാവറയച്ചനോടൊപ്പം പ്രവർത്തിച്ചിരുന്നവരാണ് ആര്? പാലക്കൽ തോമ മൽപ്പാനും പോരുകര തോമസ് അച്ഛനും. ഓക്കെ. പിന്നെ പറയുന്ന പോയിന്റ് എന്താണ്? CMC എന്ന് പറഞ്ഞാൽ കോൺഗ്രിഗേഷൻ ഓഫ് മദേഴ്സ് ഓഫ് കാർമൽ എന്ന പേരിൽ മറ്റൊരു സന്യാസ സംഘവും അദ്ദേഹം സ്ഥാപിച്ചു 1866. CMC. പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് ആരാണ്? ചാവറയച്ചനാണ്. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചതും ആരാണ്? ചാവറയച്ചനാണ്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? ചാവറയച്ചന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ചാവറയച്ചന്റെ പ്രധാന കൃതികൾ: ഒന്ന്, ആത്മാനുതാപം എന്ന് പറയുന്നത് കവിതാ ഗ്രന്ഥമാണ്. പിന്നെ അനസ്താസിയയുടെ രക്തസാക്ഷ്യം കവിതാ ഗ്രന്ഥമാണ്. ധ്യാന സല്ലാപങ്ങൾ, ഒരു നല്ല അപ്പന്റെ ചാവരുൾ, കൂനമ്മാവ് മഠം, 40 മണിയുടെ ക്രമം, കനോന നമസ്കാരം, പിന്നെ മരണപർവം, നാളാഗമങ്ങൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന എന്നിവയെല്ലാം ചാവറയച്ചന്റെ പ്രധാന കൃതികളാണ്. ഒന്നുകൂടെ കൃതികൾ പറഞ്ഞു തരാം, ഒന്നുകൂടെ വായിച്ചു തരാം. ആത്മാനുതാപം കവിതാ ഗ്രന്ഥമാണ്. അനസ്താസ്യയുടെ രക്തസാക്ഷ്യം അതും കവിതാ ഗ്രന്ഥമാണ്. ധ്യാന സല്ലാപങ്ങൾ, ഒരു നല്ല അപ്പന്റെ ചാവരുൾ, കൂനമ്മാവ് മഠം, 40 മണിയുടെ ക്രമം, കനോന നമസ്കാരം, മരണപർവം, നാളാഗമങ്ങൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന എന്നിവയെല്ലാം ചാവറയച്ചന്റെ പ്രധാന രചനകളാണ്. ഓക്കെ അല്ലേ? പിന്നെ ചാവറയച്ചനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ചാവറയച്ചൻ, കുര്യാക്കോസ് ചാവറയച്ചൻ. പിടിയേരി സമ്പ്രദായത്തിന്റെ പിതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. 105 പദ്ധതി, കെട്ടുതെങ്ങ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചാവറയച്ചൻ. സെന്റ് ഫിലോമിനസ് പള്ളിയിലാണ് ചാവറയച്ചൻ അവസാന നാളുകൾ കഴിഞ്ഞിരുന്നത്. 1871 ജനുവരി 3 അദ്ദേഹം അന്തരിച്ചു. 1871 ജനുവരി 3 അദ്ദേഹം അന്തരിച്ചു. കൊച്ചിയിലെ കൂനമ്മാവ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. കൊച്ചിയിലെ കൂനമ്മാവ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. 1986 ഫെബ്രുവരി 8 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി അന്നത്തെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ പ്രഖ്യാപിച്ചു. 1986 1987 തപാൽ വകുപ്പ് ചാവറയച്ചൻ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി. 1987 2014 നവംബർ 23 ചാവറ അച്ഛനെയും ഏവുപ്രാസ് അമ്മയെയും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ചാവറ അച്ഛനെയും ഏവുപ്രാസി അമ്മയെയും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ. പിന്നെ പറയുന്ന കാര്യം എന്താ? ചാവരുൾ എന്ന കൃതി രചിച്ചത് MK സാനുവാണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് KC ചാക്കോയാണ്. ചാവറയച്ചൻ ഒരു രേഖാചിത്രം എന്ന കൃതി രചിച്ചത് ആരാണ്? KC ചാക്കോയാണ്. മനസ്സിലായല്ലോ? അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ആരാണ്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ കാലഘട്ടം 1863 മുതൽ 1950 വരെയുള്ള കാലഘട്ടം. 1863 1950. 1863 തിരുവനന്തപുരം നഗരത്തിലെ പേട്ടയിൽ തച്ചക്കുടി വീട്ടിൽ പത്മനാഭ പൽപ്പു ജനിച്ചു. 1863 ജനിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം നഗരത്തിലെ പേട്ടയിലാണ് ജനിക്കുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ജന്മഗ്രഹമാണ് നെടുങ്ങോട് വീട് എന്നാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ജന്മഗ്രഹമാണ് നെടുങ്ങോട് വീട്. ഏതാണ്? നെടുങ്ങോട് വീട്. കുട്ടിയപ്പി എന്നാണ് കുട്ടിക്കാലത്ത് ഡോക്ടർ
പൽപ്പുവിനെ വിളിച്ചിരുന്ന കുട്ടിക്കാലത്തെ പേര് കുട്ടിയപ്പി. ഡോക്ടർ പൽപ്പുവിന്റെ കുട്ടിക്കാലത്തെ പേരായിരുന്നു. പൽപ്പുവിന്റെ ആദ്യ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ ആദ്യത്തെ ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനായിരുന്നു. 1896 തിരുവിതാംകൂർ ഈഴവ സഭ രൂപീകരിച്ചു. 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ടു. 13,176 ഈഴവരുടെ ഒപ്പുകൾ ശേഖരിച്ചാണ് ഈ നിവേദനം തയ്യാറാക്കപ്പെട്ടത്. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത്. അതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. 13,176 ഈഴവരുടെ ഒപ്പ് ശേഖരിച്ചിട്ടാണ് ഈ നിവേദനം തയ്യാറാക്കപ്പെട്ടത്. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. ആരാണ്? റിട്ടി ലൂക്കോസ് ആണ് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഈഴവ സമുദായത്തിൽ നിന്നും ഡോക്ടർ ബിരുദം നേടിയ ആദ്യ വ്യക്തിയും ആരാണ്? പൽപ്പുവാണ്. എന്താണ്? ഈഴവ സമുദായത്തിൽ നിന്നും ഡോക്ടർ ബിരുദം നേടിയ ആദ്യ വ്യക്തിയാണ് പൽപ്പു. പൽപ്പുവിന്റെ സഹോദരൻ വേലായുധനാണ് കേരളത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി. ഡോക്ടർ പൽപ്പുവിന്റെ സഹോദരൻ വേലായുധനാണ് കേരളത്തിൽ ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ ബിരുദധാരി. ആരാണ്? വേലായുധൻ. ആരുടെ സഹോദരനാണ്? ഡോക്ടർ പൽപ്പുവിന്റെ സഹോദരനാണ്. ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന പോയിന്റ് എന്താ? മൈസൂരിലെ വലിഗർ സമുദായത്തിന് അവരുടെ ജന്മാവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സംഘടന രൂപീകരിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. മദ്രാസ് മെയിൽ പത്രത്തിൽ ഈഴവ സമുദായാംഗങ്ങൾ നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളെക്കുറിച്ച് പൽപ്പു എഴുതിയ ലേഖന പരമ്പരയായിരുന്നു തിരുവിതാംകോട്ടെ തീയൻ. ഏതാണ് തിരുവിതാംകോട്ടെ തീയൻ എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത്? എന്താണ്? ഈഴവ സമുദായാംഗങ്ങൾ നേരിടേണ്ടി വന്ന ദ്രോഹങ്ങളെ കുറിച്ചുള്ള പരമ്പരയായിരുന്നു. ഏതാണ്? തിരുവിതാംകോട്ടെ തീയൻ എന്ന് പറയുന്ന ലേഖനം. മദ്രാസ് മെയിൽ എന്ന് പറയുന്ന പത്രത്തിലായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. ആരാണ്? കുമാരനാശാനാണ് ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. മലബാറിനെ വ്യവസായവൽക്കരിക്കുന്നതിന് വേണ്ടി മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി? ഡോക്ടർ പൽപ്പു രൂപം നൽകി. മലബാറിനെ വ്യവസായവൽക്കരിക്കുന്നതിന് വേണ്ടി മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടനയ്ക്ക് ഡോക്ടർ പൽപ്പു രൂപം നൽകി. പിന്നെ പറയുന്ന പോയിന്റ് എന്താ? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ മഹാസഭ 1896 എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പൽപ്പുവാണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ 1896 ഈഴവ മഹാസഭ എന്ന പേരിൽ സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവർക്ക് സർക്കാർ വിദ്യാലയങ്ങളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും പ്രവേശനം അനുവദിക്കുന്നതിനും നിയമസഭയിൽ പ്രാതിനിധ്യം കിട്ടുന്നതിനും വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ് ആര്? ഡോക്ടർ പൽപ്പു. ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ട പോയിന്റ്. 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം SNDP 1903 ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച പൽപ്പു യോഗത്തിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധിപ്പിച്ച കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ശ്രീനാരായണ ഗുരുവിനെ ആരുമായിട്ട് ബന്ധിപ്പിച്ചാണ്? സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധിപ്പിച്ച കണ്ണി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിന്റെ അധ്യക്ഷ പൽപ്പുവിന്റെ അമ്മ മാതാ പെരുമാൾ ആയിരുന്നു. ആരാണ്? മാതാ പെരുമാൾ ആയിരുന്നു. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്നും ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നും പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. ആരാണ്? സരോജിനി നായിഡു ആണ്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്നും ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നും ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു ആണ്. പിന്നെ പറയുന്ന കാര്യം എന്താ? പൽപ്പുവിന്റെ മകനായ ഡോക്ടർ നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ. പൽപ്പുവിന്റെ മകനായ ഡോക്ടർ നടരാജഗുരുവാണ് ശ്രീനാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ. ഓക്കെ. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്നത് ഡോക്ടർ പൽപുവിന്റെ പുസ്തകമാണ്. ഓക്കെ, ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു ആണ്. ഒന്നുകൂടെ പറയാം, ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MK സാനു ആണ്. അദ്ദേഹം മരിക്കുന്നത് 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ് ഡോക്ടർ പൽപു അന്തരിച്ചത്. ഓക്കെ അല്ലേ? അതിന്റെ കൂടെ തന്നെ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവിന്റെ പേര് നൽകിയിരിക്കുന്നു, KP വള്ളോൻ. ആരാണ്? KP വള്ളോൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1894 മുതൽ 1940 വരെ. 1894 ജനുവരി 2-ന് ആയിരുന്നു KP വള്ളോൻ ജനിച്ചത്. 1894 1931-ലും 1939-ലും കൊച്ചിൻ ലെജിസ്ലേറ്റീവിൽ മെമ്പറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. ദാക്ഷായണി വേലായുധൻ ഇദ്ദേഹത്തിന്റെ സഹോദരിയാണ് അല്ലെ? ആരാണ്? ദാക്ഷായണി വേലായുധൻ. ആരുടെ സഹോദരിയാണ്? KP വള്ളോന്റെ സഹോദരിയാണ് ദാക്ഷായണി വേലായുധൻ. ഇദ്ദേഹത്തെ സ്വാധീനിച്ച നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് KP വള്ളോനെ സ്വാധീനിച്ച നവോത്ഥാന നായകൻ. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് കടക്കാം. നമ്മുടെ സാമൂഹിക പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1873 1932 കാലഘട്ടം. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ 1873 തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിൽ വക്കം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. എന്താണ് പറയുന്ന പേര്? ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ 1873 തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് താലൂക്കിൽ വക്കം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 1905 ജനുവരി 19-ന് സ്വദേശാഭിമാനി പത്രം വക്കം മൗലവിയുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 1905 ജനുവരി 19-ലാണ് ആരംഭിച്ചത്. ചിറയിൻകീഴ് CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ. 1906 ജനുവരിയിൽ കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായി. 1906. 1910 സെപ്റ്റംബർ 26-ന് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ദിവാൻ പി രാജഗോപാലാചാരി പത്രം അടച്ചുപൂട്ടുകയും രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എന്നാണ് 1910 സെപ്റ്റംബർ 26-ന് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ദിവാൻ പി രാജഗോപാലാചാരി പത്രം അടച്ചുപൂട്ടുകയും രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രം 1958 മൗലവിയുടെ മകനായ വക്കം അബ്ദുൽ ഖാദറിന് തിരിച്ചു നൽകി. എന്താണ്? സർക്കാർ കണ്ടുകെട്ടിയ സ്വദേശാഭിമാനി പത്രം 1958 മൗലവിയുടെ മകനായ വക്കം അബ്ദുൽ ഖാദറിന് തിരിച്ചു നൽകി. പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ കൃതിയാണ് കെ രാമകൃഷ്ണപിള്ളയുടെ വൃത്താന്ത പത്രപ്രവർത്തനം. എന്താണ്? വൃത്താന്ത പത്രപ്രവർത്തനമാണ് പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ കൃതി. ആരാണ് രചിച്ചത്? കെ രാമകൃഷ്ണപിള്ള. ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇതിന്റെ മാതൃകയിലാണ് SNDPയുടെ മാതൃകയിൽ വക്കം മൗലവി ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാമിയ പബ്ലിക് ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? വക്കം മൗലവിയാണ്. ഇസ്ലാമിയ പബ്ലിക് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ്. പിന്നെ പറയുന്ന കാര്യം എന്താ? ഭാവുസ്ഭാഹ്, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഇസ്ലാമിക് സന്ദേശം, സൂറത്തുൽ ഫാത്തിഹ എന്നിവ പ്രധാന കൃതികളാണ്. ഓക്കെ അല്ലേ? വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. എന്താണ്? വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഓക്കെ. വക്കം മൗലവിയുടെ മാസികകൾ ഏതൊക്കെയാണ്? ഒന്ന് മുസ്ലിം എന്ന് പറയുന്ന മാസിക 1906. അൽ ഇസ്ലാം, പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആണ്. അൽ ഇസ്ലാം 1918. അത് അറബി മലയാളം പത്രമാണ്. അൽ ഇസ്ലാം 1918.
ദീപിക 1931 വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്നു. ദീപിക 1931. സ്വതന്ത്ര രചന ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹമാണ് സ്വതന്ത്ര രചന. വക്കം മൗലവിയുടെ സംഘടനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വക്കം മൗലവിയാണ് എന്ന് എഴുതുക. ഐക്യ മുസ്ലിം സംഘം സ്ഥാപിച്ചത് 1922 അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ഏതാണ്? കൊടുങ്ങല്ലൂരാണ് ഐക്യ മുസ്ലിം സംഘത്തിന്റെ ആസ്ഥാനം. സ്ഥാപിച്ചത് 1922 ആരാണ് സ്ഥാപിച്ചത്? വക്കം മൗലവിയാണ് സ്ഥാപിച്ചത്. പിന്നെ പറയുന്ന പോയിന്റ്, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം സ്ഥാപിച്ചത് 1923 സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? വക്കം മൗലവിയാണ് സ്ഥാപിച്ചത്. പിന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന. ഓക്കെ അല്ലേ? അപ്പൊ വക്കം മൗലവിയുടെ കാര്യങ്ങൾ ഇത്രയുമാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലോട്ട് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഗുഡ് ബൈ.